ഹായ് ഓൾ. സോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. ഓക്കെ, ഇത് ഫിസിക്സിന്റെ നെക്സ്റ്റ് ബേസിക് ആണ്. സോ നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ ഓക്കെ അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ? സ്പീഡ് ഈസ് നത്തിങ് ബട്ട് വെലോസിറ്റി വിതൗട്ട് ഡയറക്ഷൻ. ഇറ്റ്സ് എ സ്കെലാർ ക്വാണ്ടിറ്റി. അതായത് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി തന്നെയാണ് വിതൗട്ട് ഡയറക്ഷൻ. പക്ഷെ ഈ സ്പീഡിന് എന്തുണ്ടാവില്ല? ഡയറക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാലോ ഈസ് നത്തിങ് ബട്ട് സ്പീഡ് വിത്ത് ഡയറക്ഷൻ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് തന്നെയാണ്, പക്ഷെ അതിന് എന്തുണ്ടാകും? ഡയറക്ഷൻ ഉണ്ടാകും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ സ്പീഡും വെലോസിറ്റിയും എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആണ്. ഒന്നിന് എന്തുണ്ടാകും? ഡയറക്ഷൻ ഉണ്ടാവും, മറ്റേന് ഡയറക്ഷൻ ഉണ്ടാവില്ല. ആർക്കാ ഡയറക്ഷൻ ഉണ്ടാവുക? വെലോസിറ്റിക്ക്. ആർക്കാ ഇല്ലാത്തത്? സ്പീഡിന്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് നോക്കിയാലോ. സ്പീഡ് എന്താണ്? ഓൾവേസ് പോസിറ്റീവ് ആണ്. സ്പീഡ് ഓൾവേസ് പോസിറ്റീവ് ആവാനുള്ള കാരണം എന്താണ്? സ്പീഡ് ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം, അഥവാ ഡിസ്റ്റൻസ് പെർ യൂണിറ്റ് ടൈം ആണ് എന്ത്? സ്പീഡ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആവുന്നത് കൊണ്ട് തന്നെ സ്പീഡ് എന്തായിരിക്കും? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ എന്താണ് ഈ വെലോസിറ്റിന്റെ കേസ് വരുന്ന സമയത്ത്? വെലോസിറ്റി എന്താകാം? നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആവാം, ഇനി അല്ലെങ്കിൽ സീറോ ആവാം. എന്തുകൊണ്ട്? വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇനി അതല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് പെർ യൂണിറ്റ് ടൈം ആണ് എന്ത് എന്ന് പറയുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? സീറോ ആകാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഡിസ്പ്ലേസ്മെന്റ് സീറോയും നെഗറ്റീവും പോസിറ്റീവും ആവുന്നതിന് അനുസരിച്ച് തന്നെ ആര് സീറോയും നെഗറ്റീവും പോസിറ്റീവും ആവും? വെലോസിറ്റി. സോ വെലോസിറ്റി പോസിറ്റീവും നെഗറ്റീവും സീറോയും ആകാം, ബട്ട് സ്പീഡ് എന്തായിരിക്കും? എപ്പോഴും പോസിറ്റീവ് മാത്രമായിരിക്കും. ക്ലിയർ ആണോ? ഇനി ഇവിടെ പറയുന്നുണ്ട് യൂണിറ്റ് ടൈം. എന്താണ് ഈ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത്? 1 സെക്കൻഡ്, ഇനി അല്ലെങ്കിൽ 1 മിനിറ്റ്, ഇനി അല്ലെങ്കിൽ 1 ഹവർ. ഈ 1 എന്തെങ്കിലും വിത്ത് റെസ്പെക്ട് ടു 1 ഹവർ അല്ലെങ്കിൽ എ ഹവർ എന്നുള്ള, അല്ലെങ്കിൽ എ മിനിറ്റ്, അല്ലെങ്കിൽ എ സെക്കൻഡ്, ഇങ്ങനെ ഒന്നിനെ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ്, 1 സെക്കൻഡ് ഓർ 1 ഹവർ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതാണ് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫ് എ കാർ സ്പീഡ് ഈസ് 50 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാറ് ഒരു മണിക്കൂറിൽ 50 ഹവർ ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നാണ്. എന്താണ്? ഒരു മണിക്കൂറിൽ 50 ഹവർ ട്രാവൽ ചെയ്യുന്നു എന്നാണ്. അപ്പം ഇനിയിപ്പോ 60 കിലോമീറ്റർ, കാർ ഈസ് ട്രാവലിംഗ് ഇൻ 60 കിലോമീറ്റർ പെർ ഹവർ എന്നൊരാൾ പറയുകയാണെങ്കിൽ ദാറ്റ് കാറ് എന്താണ്? ഒരു മണിക്കൂറിൽ 60 കിലോമീറ്റർ അതിന് ട്രാവൽ ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ഇനി എന്താണ് നമ്മൾ നോക്കുന്നത് വെച്ചാൽ യൂണിറ്റ് ആണ്. നമ്മൾ സ്പീഡിന്റെയും വെലോസിറ്റിന്റെയും യൂണിറ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, എസ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമുക്കറിയാം. സോ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? മീറ്ററോ ഇനി അല്ലെങ്കിൽ കിലോമീറ്ററോ ആണ്. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡോ ഇനി അല്ലെങ്കിൽ ഹവറോ ആണ്. അങ്ങനാണെങ്കിൽ സ്പീഡിന്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡോ ഇനി അല്ലെങ്കിൽ കിലോമീറ്റർ പെർ ഹവറോ ആയിരിക്കും. ഇനി വെലോസിറ്റിന്റെ കേസ് നോക്കുകയാണെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ആൻഡ് ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ്? മീറ്ററോ അല്ലെങ്കിൽ കിലോമീറ്ററോ ആണ്. ടൈമിന്റെ എന്താണ്? സെയിം, സെക്കൻഡോ ഹവറോ ആണ്. അപ്പം വെലോസിറ്റിന്റെ യൂണിറ്റും എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡോ ഇനി അല്ലെങ്കിൽ കിലോമീറ്റർ പെർ ഹവറോ ആയിരിക്കും. ബട്ട് വെലോസിറ്റിയും സ്പീഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വെലോസിറ്റിയിൽ ഒരു ഡയറക്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. അതായത് 60 കിലോമീറ്റർ ഇനി അല്ലെങ്കിൽ 50 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത് അല്ലെങ്കിൽ ടുവേർഡ്സ് സൗത്ത്, ഇങ്ങനെ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്? തന്നിരിക്കുന്നത് വെലോസിറ്റി ആണ്, സ്പീഡ് അല്ല. സോ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും വരുന്ന പ്രശ്നമാണ് ക്വസ്റ്റ്യനിൽ എന്താണ് തന്നത് എന്ന് മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പ്രോപ്പർ ആയിട്ട് ഫിസിക്സിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇതിന്റെ ബേസ് അറിയണമെന്ന് മനസ്സിലായല്ലോ.
ഓക്കെ, നമ്മളിപ്പോ എന്ത് കാര്യം ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിലും ചില ക്വസ്റ്റ്യൻസിൽ നമ്മളെ ഡൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് വെലോസിറ്റി ഇനി അല്ലെങ്കിൽ സ്പീഡ് എന്നൊന്നും നമുക്ക് ഡിഫൈൻ ചെയ്ത് പറഞ്ഞു തരൂല. അപ്പം നമ്മൾക്ക് എന്തുണ്ടാവും, ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ടുവേർഡ്സ് നോർത്ത് അല്ലെങ്കിൽ ടുവേർഡ്സ് നോർത്ത് ഈസ്റ്റ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡയറക്ഷനും ഈ സ്പീഡും കൂടി തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അവിടെ എന്താണ് തന്നത്, അത് വെലോസിറ്റി ആണ്. ഇനി ഡയറക്ഷൻ തന്നില്ലെങ്കിൽ വി മസ്റ്റ് വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് എ സ്പീഡ്. ക്ലിയർ ആണോ? ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഇനി ചില കേസിൽ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യും, നമ്മളുടെ യൂണിറ്റ് മാത്രം തരും, അതായത് കിലോമീറ്റർ പെർ ഹവർ എന്ന് തരും. ചിലത് നമ്മൾ ആക്സിലറേഷൻ വരുന്ന സമയത്ത് ഇതിന്റെ യൂണിറ്റ് കുറച്ച് മാറുന്നുണ്ട്. ഈ യൂണിറ്റുകളും നമ്മൾ അതുകൊണ്ട് നോക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ യൂണിറ്റ് പ്രത്യേകം പറഞ്ഞത്. ഓക്കെ, യൂണിറ്റ് മനസ്സിലാക്കാൻ ഫസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മൾ എന്താണ് സാധനം, അത് എന്താണ് വരുന്നത്, അതായത് ഇവിടെ ഇപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്തായിരിക്കും, ടൈമിന്റെ യൂണിറ്റ് എന്തായിരിക്കും, എന്നിട്ട് നമുക്ക് ഒരു എക്സാം ഹാളിൽ വെച്ചിട്ട് ആ യൂണിറ്റ് മനസ്സിലാക്കാൻ നമ്മൾക്ക് പഠിക്കണം. ഇതൊന്നും ബൈഹാർട്ടാക്കാൻ പാടില്ല. സോ അങ്ങനെയാണ് നമ്മൾക്ക് ഫിസിക്സിലേക്ക് ഒരു ബേസ് സെറ്റ് ആക്കിയിട്ട് വരാൻ പറ്റും. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ബൈഹാർട്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് എക്സാം ഹാളിൽ വന്നിട്ട് വരും. അപ്പം കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ആവാതിരിക്കാൻ, കൺഫ്യൂഷൻസ് ഇല്ലാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ബേസ് ക്ലിയർ ആക്കണം. സോ ഇതിന്റെ എല്ലാം നമ്മൾ ഓരോ യൂണിറ്റും ഓരോ കാര്യങ്ങളും എങ്ങനെ വരുന്നു, എന്തുകൊണ്ട് എന്നുള്ളത് ക്ലിയർ ആക്കി മനസ്സിലാക്കണം. ഓക്കെ, അപ്പോഴേ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നോക്കിക്കോ, ഈ ഒരു വ്യക്തി ഇവിടുന്ന് തുടങ്ങി ട്രാവൽ ചെയ്തിട്ട് തിരിച്ച് ഇവിടെ തന്നെ വന്ന് എത്തുകയെന്ന് വിചാരിച്ചോ. അങ്ങനാണെങ്കിൽ ആളുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ this 1 kilometer plus 1 kilometer plus 1 kilometer plus 1 kilometer total 4 kilometer ആവും. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മള് ഇവിടുന്ന് തുടങ്ങി എവിടെന്നാണോ തുടങ്ങിയത് അതേ പൊസിഷനിൽ തന്നെ ഏത് സ്ഥലത്തു കൂടെ സഞ്ചരിച്ചിട്ടാണെങ്കിലും ഈ വ്യക്തി എത്തിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഓൾവേസ് എന്തായിരിക്കും, 0 ആയിരിക്കും. ക്ലിയർ ആണോ? അതായത് നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഈക്വൽ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. ബട്ട് ഡിസ്റ്റൻസ് എന്താണ്, നമ്മൾ എത്ര ലെങ്ത് ട്രാവൽ ചെയ്തോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഹിയർ ഈ വ്യക്തി എന്തുണ്ട്, 4 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ ഹിസ് ഡിസ്റ്റൻസ് ഈസ് 4 കിലോമീറ്റർ വെറാസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇനി ഡിസ്റ്റൻസ് 4 ആണ്. അങ്ങനെയാണ് സ്പീഡ് എന്തായിരിക്കും, സ്പീഡ് ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം, ഇനി അഥവാ ഡിസ്റ്റൻസ് പെർ യൂണിറ്റ് ടൈം എന്ന് പറയാം. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് എന്താണ്, 4 കിലോമീറ്റർ ആണ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഓൾ ട്രാവൽ ചെയ്യാൻ 1 ഹവർ ആണ് എടുത്തത് എന്നുണ്ടെങ്കിൽ ഈ 4 കിലോമീറ്റർ പെർ 1 ഹവർ വിച്ച് ഈസ് ഈക്വൽ ടു 4 കിലോമീറ്റർ പെർ ഹവർ ആയിട്ട് മാറും സ്പീഡ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് 0 ആയതിനെ കൊണ്ട് തന്നെ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, ഇനി നോക്കിക്കോ, ഈ വ്യക്തി ഈ എ മുതൽ ഈ ബി വരെയാണ് സഞ്ചരിച്ചത് എന്നുണ്ടെങ്കിൽ, ഓക്കെ, എ മുതൽ ബി വരെയാണ് സഞ്ചരിച്ചത് എന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവന്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഈ 1 പ്ലസ് 1 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 3 കിലോമീറ്റർ ആയിട്ട് മാറും. ബട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു എന്താണ് എൻഡിങ് പോയിന്റ്. അതായത് അവന്റെ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അതെന്തായിരിക്കും, ഇതായിരിക്കും. ഈ ഒരു ഇതായിരിക്കും എന്ത് വരുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്, 1 കിലോമീറ്റർ ആയിരുന്നല്ലോ. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്തായി മാറും, 1 കിലോമീറ്റർ ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ സ്പീഡ് എന്തായിരിക്കും, 3 കിലോമീറ്റർ അഥവാ ഡിസ്റ്റൻസ് ബൈ ടൈം 3 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 1 ഹവർ വിച്ച് ഈസ് ഈക്വൽ ടു 3 കിലോമീറ്റർ പെർ ഹവർ. അങ്ങനെ വെലോസിറ്റി എന്തായിട്ട് മാറും, നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള 1 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 1 ഹവർ
which is equal to 1 kilometer per hour. ക്ലിയർ ആണോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും? ഓക്കെ, ഇനി നോക്കിക്കോ. ഈ വ്യക്തി എ മുതൽ ബി വരെയാണ് സഞ്ചരിച്ചത് എന്നുണ്ടെങ്കിൽ ഓക്കെ, അദ്ദേഹത്തിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 1 kilometer plus 1 kilometer which is equal to 2 kilometer. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഇത് രണ്ടും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഇതായിരിക്കും. ക്ലിയർ ആണോ? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഇതായിരിക്കും. അങ്ങനാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ഈ ഒരു ലെങ്ത് കണ്ടുപിടിക്കാം? നമുക്ക് നമ്മളുടെ ട്രയാങ്കിൾ, അതായത് മാത്സിൽ നമ്മൾ പഠിക്കില്ലേ, ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് കിട്ടിയാൽ മൂന്നാമത്തെ സൈഡ് എങ്ങനെ കിട്ടും എന്ന് പറയുന്ന പൈത്തഗോറസ് തിയറത്തിലേക്ക് പോകാം. അപ്പൊ നമ്മൾ എന്താക്കുക, ഇതിനെ ഒരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് പൈത്തഗോറസ് തിയറം എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ബേസ് ഇതാണ്, ഓക്കെ, ബേസ് സ്ക്വയർ പ്ലസ് altitude square equal to hypotenuse square. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ? ഈ വലിയ ലെങ്തിനാണ് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. ഇതിനാണ് ബേസ് എന്ന് പറയുന്നത്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റിനാണ് പറയുന്നത്. അപ്പൊ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മളുടെ പൈത്തഗോറസ് തിയറം എന്ന് പറയുന്നത്. സോ ആ പൈത്തഗോറസ് തിയറം ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ബേസ് സ്ക്വയർ, അതായത് 1 സ്ക്വയർ, ഇവിടെ ബേസ് എത്രയാണ്? 1 കിലോമീറ്റർ ആണ്. 1 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 1 സ്ക്വയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ഹൈപ്പോട്ടന്യൂസ് ആണ്, ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അപ്പം ഇവിടെ സ്ക്വയർ ആണ്. ഈ സ്ക്വയർ ഈക്വൽ ടുന്റെ ഇപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് റൂട്ട് ആകും. അഥവാ നമ്മളുടെ ഇവിടെ ഉള്ള മൈനസ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവും. അത് അറിയില്ല നിങ്ങൾക്ക്? ഓക്കെ, ഇൻറ്റു, ഇവിടെ ഇൻറ്റു ആണെങ്കിൽ ഇപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് അത് ഡിവൈഡ് ആകും. അതേപോലെ തന്നെ ഇവിടെ സ്ക്വയർ ആണ്. ഈ സ്ക്വയർ ഇപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് റൂട്ട് ആയിട്ട് മാറും. ഇനി റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ്. ക്ലിയർ ആണോ? അങ്ങനാണെങ്കിൽ 1ന്റെ സ്ക്വയർ എത്ര? 1 ആണ്. ഓക്കെ, അപ്പൊ 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അഥവാ √2 ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് എന്ന് കിട്ടും. ഈ ഹൈപ്പോട്ടന്യൂസ് ആണ് നമ്മൾ എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. therefore we can say that displacement equal to √2. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ത് കിട്ടി? 2 കിലോമീറ്റർ ആണ് കിട്ടി. ഓക്കെ, നമ്മളിപ്പം ഞാൻ ഇത്രയും നേരം 1 ഹവർ എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ എന്താ പറയാ, മിനിറ്റിനെ എങ്ങനെ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യണം നിങ്ങൾക്ക് അറിയലുണ്ടാവില്ല. സോ ഐ ടേക്ക് ഹിയർ ടൈം ഹാസ് 30 minutes. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, മിനിറ്റിനെ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട കാര്യങ്ങളും എളുപ്പമാവുമെന്ന് വിചാരിച്ചിട്ടാ. സോ ഹിയർ അവർ ടൈം ഈസ് 30 minutes. സോ 30 മിനിറ്റിനെ എങ്ങനെ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നാണ്. സോ ഡിവൈഡഡ് ബൈ 60 ചെയ്യേണ്ടത്. 30 ഡിവൈഡഡ് ബൈ 60. അതായത് എന്തുകൊണ്ടാണ് 60 ചെയ്യുന്നത്? കാരണം ഒരു അവറിൽ എത്ര മിനിറ്റ് ഉണ്ട്? 60 മിനിറ്റ് ഉണ്ട്. ഒരു അവറിൽ 60 മിനിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് തന്ന ടൈം ആയിട്ടുള്ള 30 മിനിറ്റിനെ ഒരു ഹവറിലുള്ള 60 മിനിറ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അഥവാ 30 ഡിവൈഡഡ് ബൈ 60 എന്ന് ചെയ്യണം. അപ്പൊ നമുക്ക് ഡൗട്ട് വരും, എക്സാമിന്റെ സമയത്ത് നമുക്ക് എന്ത് വരും? ഇത് മൾട്ടിപ്ലൈ ചെയ്യണാണോ ഡിവൈഡ് ചെയ്യേണ്ടതാണോ എന്ന് ആകെ കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പം ആകെ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളിപ്പോ 30നെ കൊണ്ട് 60 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താണ്? 3 into 6 which is equal to 180 അല്ല 1800 ആണ് നമുക്ക് കിട്ടുന്നത് ആൻസർ. സോ അത്രയും ഹവർ എന്ന് പറയുന്നത് നമ്മളുടെ 30 മിനിറ്റ്സ് ആയിട്ട് എന്തെങ്കിലും മാച്ച് ഉണ്ടോ? ഇല്ല. അത് വളരെ വലിയ വലിയ വലിയൊരു സംഖ്യയായിട്ട് മാറുകയാണ്. ഒരു ഹവറിനെ നമുക്ക് 60 മിനിറ്റ് എന്നും പറയാം, കുഴപ്പമില്ലല്ലോ. പക്ഷെ ഒരു അവർ എന്ന് പറയുമ്പോൾ 1 ആണ്. മിനിറ്റിന്റെ കേസിലാവുമ്പോ 60 ആണ്. അതായത് സംഖ്യ വലുതാവുന്നുണ്ട്. 1 അവർ എന്ന് പറയുമ്പോൾ അതിനെന്താണ്, ഈ 60 എന്നുള്ളതിനെ ചുരുക്കിയിട്ട് നമ്മൾ 1 മാറ്റുകയാണ്. അപ്പം എന്താ പറയുന്നത്, ചെറുതാവുകയാണ് സംഖ്യ. അതായത് സംഖ്യ ചെറുതാവുകയാണ്. മനസ്സിലായോ? പക്ഷെ യൂണിറ്റ് വലുതാവാണ്. അപ്പൊ നമുക്ക് ഈ സംഖ്യനെ ചെറുതാക്കാണ് വേണ്ടത്. ചെറുതാക്കണമെങ്കിൽ എപ്പോഴും ഡിവൈഡ് ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും വലുതാവേ ചെയ്യുള്ളൂ, ചെറുതാവില്ല.
സോ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്, 30നെ ചെറുതാക്കാണ് വേണ്ടത്. സോ 60 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 30 ഡിവൈഡഡ് ബൈ 60 എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് 0 കട്ട് ചെയ്തു, 3/6. ഈ 3നെ രണ്ടാമതും 6ൽ എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം പോകും ഇല്ലേ? 3 into 2 is equal to 6. സോ നമുക്ക് 1/2 hour എന്ന് പറയാം, അഥവാ ഹാഫ് അവർ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ സ്പീഡ് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് 2 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ ഹാഫ് അവർ. ഇനി ഇത് എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം ഡിവൈഡ് ചെയ്തിട്ട് വീണ്ടും ഇത് ഇവിടെ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ നേരെ മുകളിലോട്ട് കൊണ്ടുപോയിട്ടിടാം. അത് മാത്സിന്റെ ഒരു ബേസ് ആട്ടോ, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന് നേരെ ഇങ്ങോട്ട് എടുത്താൽ 2 into 2 which is equal to 4 കിലോമീറ്റർ per hour എന്ന് കിട്ടും. ഇനി നമ്മളുടെ വെലോസിറ്റി നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ √2 കിലോമീറ്റർ ആണ്. സോ അതേ ഡിവൈഡഡ് ബൈ നമ്മളുടെ ഹാഫ് ഹവർ. അപ്പൊ നമുക്ക് ഈ 2ന് നേരെ മുകളിലോട്ട് ഇടുമ്പോൾ √2 കിലോമീറ്റർ പെർ ഹവർ ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മളപ്പം 3 കേസ് പഠിച്ചിട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഏത് പ്രോബ്ലം കിട്ടിയാലും നിങ്ങൾക്ക് ഇതേപോലത്തെ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് അടുത്തതായിട്ട് കുറച്ച് സർക്കിൾസിന്റെ, എല്ലാവർക്കും സർക്കിൾസിന്റെ കേസ് വരുമ്പോൾ വളരെ കൺഫ്യൂഷൻസ് വരുന്നത് കാണാറുണ്ട്. സോ നമുക്ക് കുറച്ച് സർക്കിൾസിന്റെ കേസ് നോക്കിയാലോ? ഓക്കെ,